എന്നോട് ഒത്തിരി പേര് കമൻസിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഡ്രൈ സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസർ, സൺസ്ക്രീനോ, ഫേസ് വാഷ് റെക്കമെൻഡ് ചെയ്യാവോ, അതേപോലെ ഓയിലി സ്കിന്നിന് പറ്റിയത് റെക്കമെൻഡ് ചെയ്യാവോ എന്നൊക്കെ ഉള്ളത്. അതിനൊക്കെ ഉള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ദാറ്റ് ടു ദി ക്യാച്ച് ഹിയർ ഇസ് എവറി പ്രോഡക്റ്റ് ഇസ് അണ്ടർ 500 rupees. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബേസിക് സ്കിൻ കെയർ റുട്ടീനിന് വേണ്ട പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ് ആണ്. ദാറ്റ് ടു ഫോർ ഈച്ച് സ്കിൻ ടൈപ്സ്. ഓക്കെ, ടൈറ്റിലിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഓൾ ദീസ് പ്രോഡക്ട്സ് ആർ അണ്ടർ 500 rupees. മോസ്റ്റ് ഓഫ് ദം ഒരു 300 ആ ഒരു റേഞ്ചിൽ വരുന്ന പ്രോഡക്ട്സ് ആണ്. ബട്ട് സം ആർ ലൈക്ക് എബവ് 300, ബട്ട് എവറിത്തിങ് ഇസ് അണ്ടർ 500 rupees. ഓഫർ ടൈമിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഇനിയും കുറച്ചുകൂടെ റെഡ്യൂസ്ഡ് പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ നോർമൽ ആൻഡ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് സ്കിപ്പ് ചെയ്യുകയാണ്. റീസൺ ബീയിങ് ദാറ്റ് നോർമൽ സ്കിൻ ടൈപ്പിന് പൊതുവെ ഏതൊരു പ്രൊഡക്റ്റും യൂസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, ഫോർ സമ്മൺ ലൈക്ക് മീ, വിന്റർ സീസണിൽ എൻ്റെ സ്കിൻ കുറച്ചുകൂടെ ഡ്രയർ ആണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ ഡ്രൈ സ്കിൻ ടൈപ്പിന് പറ്റിയ പ്രൊഡക്ട്സ് ആണ് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ യൂസ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ സമ്മർ ടൈമിൽ എൻ്റെ സ്കിന്ന് നല്ല ഓയിലി ആയിരിക്കും. സോ ആ ഒരു ടൈമിൽ എനിക്ക് അക്കോർഡിംഗ്ലി പ്രൊഡക്ട്സ് ചൂസ് ചെയ്യേണ്ടി വരും. ആൻഡ് ഒരു മഴക്കാലമൊക്കെ ആണെങ്കിൽ എൻ്റെ സ്കിൻ കുറച്ചുകൂടി ഒരു നോർമൽ ബിഹേവിയർ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ അപ്പോഴത്തെ ഒരു നീഡ് പോലെ ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ആൻഡ് ഇനി കോമ്പിനേഷൻ സ്കിന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജനറലി ഓയിലി ആൻഡ് ഡ്രൈ സ്കിന്നിൻ്റെ ഒരു മിക്സർ ആയിരിക്കും. അപ്പം നിങ്ങൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ നേരത്തും അതുപോലെ ചൂസ് ചെയ്യുക. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത് ഓയിലി സ്കിൻ ടൈപ്പിന് പറ്റിയ ഒരു ക്ലെൻസറൊക്കെ വെച്ച് നിങ്ങൾ ക്ലെൻസ് ചെയ്യാൻ നോക്കുക. സോ ആ ഒരു ഓയിലി റെസിഡ്യൂ ഒക്കെ നല്ലപോലെ വാഷ് ഔട്ട് ആയിട്ട് പോകും. ആൻഡ് ചീക്സും ഫോർഹെഡൊക്കെ ഡ്രൈ ആണെങ്കിൽ മോയ്സ്ചറൈസറിൻ്റെ കാര്യം വരാൻ നേരത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡ്രൈ സ്കിൻ ടൈപ്പിന് പറ്റിയ മോയ്സ്ചറൈസേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. സൺസ്ക്രീനിൻ്റെ കാര്യം വരുമ്പോൾ ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് രാവിലെ സമയത്ത് ഓർ അക്കോർഡിംഗ് ടു ദി സീസൺ നിങ്ങളുടെ സ്കിൻ അപ്പോൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഐ തിങ്ക് നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേഗം ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓയിലി സ്കിൻ ടൈപ്പിനും ഡ്രൈ സ്കിൻ ടൈപ്പിനും പറ്റിയ പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് മേക്കപ്പ് റിമൂവേഴ്സും ഫേസ് വാഷസും ടോണേഴ്സും മോയ്സ്ചറൈസേഴ്സും സൺസ്ക്രീൻസും ആണ്. സീറംസ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്, ബിക്കോസ് സീറംസ് നമ്മൾ ടാർഗറ്റഡ് ഇഷ്യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. അപ്പം സീറംസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ, ഞാൻ അത് ചെയ്യാം കേട്ടോ. So let's get started. Firstly, let's start with makeup removers. So makeup removing or ഒരു ഡബിൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. either a micellar water or a cleansing balm. സോ ഇവിടെ ചോയ്സ് ഇസ് യോഴ്സ്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നനുസരിച്ചാണ് ഓർ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചാണ് ഇത് ചൂസ് ചെയ്യേണ്ടത്. ഹെവി മേക്കപ്പ് ഇടുന്നവരാണ് അല്ലെങ്കിൽ ഒരു ഡീപ്പ് ക്ലെൻസിങ് നെസസറി ആയിട്ട് തോന്നുന്നവരാണെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ എ ക്ലെൻസിങ് ബാം. പക്ഷേ ലൈറ്റ് മേക്കപ്പ് ഇടുന്നവരാണ് അല്ലെങ്കിൽ മേക്കപ്പ് ഒന്നും തീരെ ഇടാത്തവരാണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് എ മൈസെല്ല വാട്ടർ ഓൺ എ ഡെയിലി ബേസിസ് ടു. ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ മേക്കപ്പ് ഓർ സൺസ്ക്രീൻ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ സ്റ്റെപ്പ് ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ രണ്ട് പ്രൊഡക്ട്സ് ആണ് എൻ്റെ അടുത്തുള്ളത്. രണ്ടും ഡീകൺസ്ട്രക്റ്റിൻ്റെ പ്രൊഡക്ട്സ് ആണ്. ഫസ്റ്റ് വൺ ഇസ് എ ഹൈഡ്രേറ്റിംഗ് മൈസെല്ല വാട്ടർ. ഇതിൽ അലൻറ്റോൺ, പാന്തനോൾ, ഗ്ലിസറിൻ ആൻഡ് കാലൻഡ്യൂല എക്സ്ട്രാക്റ്റും ഉണ്ട്. ഇത് നല്ലൊരു ജെന്റിൽ നോൺ സ്ട്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു മൈസെല്ലർ വാട്ടർ ആണ്. നല്ലപോലെ ഇത് മേക്കപ്പും റിമൂവ് ചെയ്യും കേട്ടോ. സോ ഹെവി മേക്കപ്പ് ഇടുന്നവരാണെങ്കിലും അത്യാവശ്യം നല്ലൊരു വർക്ക് തന്നെ ഇത് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. സോ യു നോ ഹൗ മച്ച് ഐ ലവ് ഇറ്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡീകൺസ്ട്രക്റ്റിൻ്റെ സൂതിങ് ക്ലെൻസിങ് ബാം ആണ്. ഇത് നല്ലൊരു ക്ലെൻസിങ് ബാം ആണ്. ആൻഡ് അഗെയിൻ ഇറ്റ് റിമൂവ്സ് ദി മേക്കപ്പ് ബ്യൂട്ടിഫുള്ളി. നല്ല സൂതിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നല്ലപോലെ ഇമൾസിഫൈ ആവുകയും ചെയ്യും. സോ ദർ ഇസ് നോ റെസിഡ്യൂ ഓഫ് ഒരു ഓയിലി ഫിലിം ലൈക്ക് ഫീൽ ഒന്നും ഉണ്ടാവില്ല. അടിപൊളിയായിട്ട് ഇത് മേക്കപ്പും റിമൂവ് ചെയ്യും. ആസ് സച്ച് ഇതും നമുക്ക് ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. ഇതിൽ ഓട്ട് ഓയിലും വേറൊരു സൂതിങ് ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട്, വിച്ച് മേക്സ് ദിസ് പ്രോഡക്റ്റ് റിയലി നറിഷിങ് ആൻഡ് സൂതിങ് ഓൺ ദി സ്കിൻ. ഇത് രണ്ടും എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ്. സോ യു ക്യാൻ ചൂസ് അക്കോർഡിംഗ് ടു യുവർ പ്രിഫറൻസ്. നെക്സ്റ്റ്, ക്ലെൻസേഴ്സ് ഓർ ഫേസ് വാഷസ്. ഓയിലി സ്കിൻ ടൈപ്പിന് എൻ്റെ ഫോർ എവർ ഫേവറേറ്റ് ഓർ മൈ റെക്കമെൻഡേഷൻ വുഡ് ബി മിനിമലിസ്റ്റ് സാലിസിലിക് ആസിഡ് പ്ലസ് LHA ക്ലെൻസർ. അതിൻ്റെ 2 ബോട്ടിൽ ഞാൻ മേടിച്ച് empty ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കറൻ്റ്ലി അത് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. ബട്ട് സ്റ്റിൽ ഐ വുഡ് ഇൻസേർട്ട് എ പിക്ചർ ഹിയർ. സോ ദിസ് ഇസ് ദി പ്രോഡക്റ്റ് ഐ എം ടോക്കിംഗ് അബൌട്ട്. 2% സാലിസിലിക് ആസിഡ് ആണ് ഇതിലുള്ളത്. ഇതിൽ സാലിസിലിക് ആസിഡും LHAയും ഉള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ ഡീപ്ലി നമ്മുടെ പോഴ്സ് ഒക്കെ ക്ലെൻസ് ചെയ്ത്
നല്ല സ്ക്വക്കി ക്ലീൻ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിൽ സിങ്കും ഉണ്ട്, വിച്ച് അഗെയിൻ കൺട്രോൾസ് ദി സീബം പ്രൊഡക്ഷൻ പ്ലസ് ആക്നീസിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫേസ് വാഷ് തന്നെയാണിത്. ഇതിൽ അലൻറ്റോയിൻ ആൻഡ് പാന്തനോൾ ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് വെരി സ്ട്രിപ്പിംഗ് ഓർ ഡ്രൈയിങ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് അല്ല. ഇറ്റ് ഈസ് എ റിയലി എഫക്റ്റീവ് വൺ. ഇനി ഡ്രൈ സ്കിന്നിന് എൻ്റെ റെക്കമെൻഡേഷൻ വുഡ് ബി ദിസ് വൺ. ഇത് സിമ്പിളുടെ മൈസലാർ ഫേഷ്യൽ ജെൽ വാഷ് ആണ്. സിമ്പിളുടെ ഒരു ഗ്രീൻ പാക്കേജിങ്ങിൽ വരുന്ന ഒരു വേരിയൻറ്റ് കൂടെ ഉണ്ട്, അതും നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ്. ഞാൻ ഇങ്ങനത്തെ ജെന്റിൽ ക്ലെൻസേഴ്സ് ഒക്കെ മോർണിംഗ് ടൈമിൽ യൂസ് ചെയ്യുന്ന ക്ലെൻസേഴ്സ് ആണ്. ഇത് നല്ലൊരു ജെന്റിൽ ആയിട്ടുള്ള ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. നമ്മുടെ സ്കിന്നിലെ ഡേർട്ടൊക്കെ ജെന്റ്ലി റിമൂവ് ചെയ്ത് ക്ലീൻ ആക്കുന്ന ഒരു ഫേസ് വാഷ് തന്നെയാണ്. ഇതിൽ മോയ്സ്ചർ ലോക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻറ്റാവൈറ്റൻ ഉണ്ട്, പ്ലസ് ഇതിൽ പാന്തനോൾ ആൻഡ് ഗ്ലിസറിൻ ഉള്ളതുകൊണ്ട് തന്നെ ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെയാണിത്. നെക്സ്റ്റ് നമുക്ക് തേർഡ് സ്റ്റെപ്പിലോട്ട് കിടക്കാം, വിച്ച് ഇസ് ടോണർ. നമ്മൾ ഫേസ് ഡബിൾ ക്ലെൻസ് ചെയ്ത് ഫേഷ്യൽ ക്ലെൻസർ ഓർ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് നല്ലപോലെ മുഖം ക്ലീൻ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ടോണർ. ഞാൻ ഇന്ന് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന 2 ടോണേഴ്സും എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റിയ ടോണേഴ്സാണ്. ഒന്ന് ഒരു നയാസിനമൈഡ് ബേസ്ഡ് ടോണറും പിന്നെ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ടോണറുമാണ്. സോ അക്കോർഡിംഗ് ടു യുവർ പ്രിഫറൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വേറെ ഒരു എക്സ്ഫോളിയേറ്റിംഗ് പ്രോഡക്റ്റ് ഓർ എക്സ്ഫോളിയേറ്റിംഗ് സീറം ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ പിക്ക് ദി എക്സ്ഫോളിയേറ്റിംഗ് വൺ. നിങ്ങൾ അതുപോലത്തെ വേറെ എന്തെങ്കിലും എക്സ്ഫോളിയേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിക്ക് ദി അതർ വൺ. ഫസ്റ്റ് വൺ ഇതാണ്. ഇതെൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ആണ്. ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത ഈ റീസെൻറ്റ് ഫേവറേറ്റ്സ് വീഡിയോസിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് പ്ലം റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് 3% ടോണർ. ഇത് ആവശ്യത്തിന് ഒരു ഹൈഡ്രേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു സൂതിങ് കാമിങ് ആയിട്ടുള്ള ഒരു ടോണറാണ്. ഇതിൽ 3% നയാസിനമൈഡ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഓയിൽ കൺട്രോളിങ്, പോർ മിനിമൈസിങ് ആൻഡ് ലൈറ്റ് ഒരു ബ്രൈറ്റനിങ് എഫക്റ്റും. പിന്നെ ഇതിൽ റൈസ് എക്സ്ട്രാക്ട് ഉണ്ട്, വിച്ച് അഗെയിൻ സൂതൻസ് ആൻഡ് ബ്രൈറ്റൻസ് അവർ സ്കിൻ. പ്ലസ് ഓട്സും ഉണ്ട്, വിച്ച് കാംസ് ഡൗൺ ദി ഇറിറ്റേഷൻ. ഒരു ഓൾറൗണ്ടർ പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം. നല്ലൊരു ടോണറാണ്, നിങ്ങൾക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ്. ആൻഡ് നയാസിനമൈഡ് ഇറ്റ് ഗോസ് വിത്ത് ഓൾമോസ്റ്റ് എവറി അതർ ആക്റ്റീവ്. സോ നമുക്ക് ആ ഒരു ടെൻഷനും വേണ്ട. അടുത്തത് മിനിമലിസ്റ്റിൻ്റെ PHA 3% ടോണറാണ്. ഇപ്പം അത് എൻ്റെ കയ്യിലില്ല, ഞാനത് കംപ്ലീറ്റ്ലി യൂസപ്പ് ചെയ്ത്. സോ ദിസ് ഈസ് ദി പ്രോഡക്റ്റ് ഐ എം ടോക്കിംഗ് അബൌട്ട്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫോർ ഡീറ്റെയിൽ ഇൻഫർമേഷൻ ആ വീഡിയോ കണ്ടു നോക്കുക. സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ PHA ദാറ്റ് ഇസ് പോളിഹൈഡ്രോക്സി ആസിഡ് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ആസിഡാണ്, വിച്ച് ഇസ് റിയലി മൈൽഡ്. പിന്നെ ഇതിൽ പ്രോബയോട്ടിക്സും അമിനോ ആസിഡ്സും നയാസിനമൈഡും ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ ജെന്റ്ലി എക്സ്ഫോളിയേറ്റ് ചെയ്ത് pH ബാലൻസ് ചെയ്യുന്ന ഒരു ടോണറാണ്. ആൻഡ് ഒരു പോർ ടൈറ്റനിങ് എഫക്റ്റും ഇത് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് അറ്റ് ദി സെയിം ടൈം ഇതൊരു ഹൈഡ്രേറ്റിംഗ് ടോണറൂടെയാണ്. എഗെയിൻ ഇതൊരു ഓവറോൾ ഒരു ഓൾറൗണ്ടർ പോലത്തെ ഒരു പ്രൊഡക്റ്റ് ആണ്. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജെന്റിൽ എക്സ്ഫോളിയേറ്റിംഗ് ടോണറാണിത്. സോ ഇഫ് യുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് ഓൺ കെമിക്കൽ എക്സ്ഫോളിയേഷൻ യു കുഡ് ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വൺ ഔട്ട്. ഇനി കമ്മിങ് ടു മോയ്സ്ചറൈസേഴ്സ്. സോ ടോണർ കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മോയ്സ്ചറൈസർ ആയിരിക്കും. ഇനി മോയ്സ്ചറൈസേഴ്സ് ഡേ ആൻഡ് നൈറ്റ് അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് അപ് ടു യു. ബിക്കോസ് ഞാൻ എൻ്റെ സ്കിൻ എക്സ്ട്രീംലി ഓയിലി ആയിട്ടുള്ളപ്പം ഡേ ടൈമിൽ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് സൺസ്ക്രീൻ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. പക്ഷേ എഗെയിൻ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർ നൈറ്റ് ടൈമിൽ പ്ലീസ് ഡു നോട്ട് സ്കിപ്പ് ഓൺ യുവർ മോയ്സ്ചറൈസർ. എത്ര ഓയിലി ആണെന്ന് പറഞ്ഞാലും നൈറ്റ് ടൈമിൽ ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യുക മോയ്സ്ചറൈസർ. ആൻഡ് ഡ്രൈ സ്കിൻ ടൈപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ I think moisturizers are like their staple must-have product. Oily skin type ന് പറ്റിയൊരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. ദിസ് ഇസ് ഡോക്ടർ ഷേഡ്സ് സിക്ക ആൻഡ് സെറമൈഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഇതൊരു സൂപ്പർ ജെന്റിൽ ആയിട്ടുള്ള ഒരു ജെൽ ലൈക്ക് കൺസിസ്റ്റൻസി ഉള്ള ഒരു ബ്യൂട്ടിഫുൾ മോയ്സ്ചറൈസർ ആണ്. ഐ ലവ് ഇറ്റ് ഫോർ മൈ ഓയിലി സ്കിൻ. നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാമിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അറ്റ് ദി സെയിം ടൈം നമ്മുടെ സ്കിന്നിൽ ഒരിക്കലും ഓയിലി ഓർ ഹെവി ആയിട്ട് തോന്നത്തേ ഇല്ല. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ മോയ്സ്ചറൈസർ. എൻ്റെ ഇത് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് എൻ്റെ അടുത്ത് ഉണ്ടെങ്കിലും സമ്മർ ടൈമിൽ വെൻ മൈ സ്കിൻ ഇസ് ഓയിലി ഐ യൂസ് ടു ഗ്രാവിറ്റേറ്റ് ടുവേർഡ്സ് ദിസ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സ്കിൻ സൂതൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ സിക്കയുണ്ട്. നമ്മുടെ സ്കിന്നിലെ ബാരിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെറമൈഡ്സ് ഉണ്ട്. ആൻഡ് ഒരു ഇൻറ്റൻസ് ഹൈഡ്രേഷൻ ഓർ മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലിസറിനും ഉണ്ട്. സോ ഓയിലി സ്കിൻ ബ്യൂട്ടീസ് തിരിഞ്ഞു പോലും നോക്കണ്ട, റൺ ആൻഡ് ഗ്രാബ് ദിസ്. ഓയിലി സ്കിൻ ടൈപ്പിനും ഡ്രൈ സ്കിൻ ടൈപ്പിനും പറ്റിയ ഡിഫറെൻറ്റ് മോയ്സ്ചറൈസേഴ്സ് എൻ്റെ അടുത്തുണ്ട്. ഞാൻ ഒരു കളക്റ്റീവ് മോയ്സ്ചറൈസർ വീഡിയോ പ്ലാൻ ചെയ്തിട്ട് അറൗണ്ട് ഒരു 10 മോയ്സ്ചറൈസേഴ്സ് റിവ്യൂ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. വേറെ ഓപ്ഷൻസ് കൂടെ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വീഡിയോ. ഇനി ഡ്രൈ സ്കിൻ ടൈപ്പിന് ബ്യൂട്ടിഫുള്ളി വർക്ക്ഔട്ട് ആവാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു മോയ്സ്ചറൈസർ. ഇത് ഡോട്ട് ആൻഡ് കീയുടെ സെറമൈഡ് ആൻഡ് ഹൈലറോണിക് ആസിഡ് സ്കിൻ ബാരിയർ റിപ്പയർ പ്ലസ് ഫേസ് ക്രീമാണ്.
ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് ഇൻറ്റൻസ് ഡീപ്പ് മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് തീരെ ഓയിലി ഓർ ഹെവി ആയിട്ട് തോന്നുമില്ല. പെട്ടെന്ന് അബ്സോർബ് ആവുകയും ചെയ്യും. അറ്റ് ദി സെയിം ടൈം ഹൈ ലെവൽ ഓഫ് മോയ്സ്ചറൈസേഷൻ ഇത് പ്രൊവൈഡും ചെയ്യും കേട്ടോ. ഇതിൽ കീ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് സെറമൈഡ്സും ഹൈലറോണിക് ആസിഡും റൈസ് വാട്ടർ എക്സ്ട്രാക്റ്റും ആണ്. പ്ലസ് ഇതിൽ പ്രോബയോട്ടിക്സും ഉണ്ട്. സോ നമ്മുടെ സ്കിന്നിലെ ഗുഡ് ബാക്ടീരിയാസിനൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന ഓർ നിലനിർത്തുന്ന ഒരു സംഭവമാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. എഗെയിൻ സംതിങ് ദാറ്റ്സ് റിയലി ഗുഡ് ഫോർ അവർ സ്കിൻ. കുറച്ചൊരു തണുപ്പുള്ള സമയമാണെങ്കിൽ ഓർ AC ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമൊക്കെ ആണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു നൈറ്റ് മോയ്സ്ചറൈസർ കൂടിയാണിത്. ഐ റിയലി ലൈക്ക് ദിസ് പ്രോഡക്റ്റ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, സൺസ്ക്രീൻസ്. സൺസ്ക്രീൻസ് ആർ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ സ്കിൻ കെയർ റുട്ടീൻ. ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിലും രാവിലെ ഡെഫിനറ്റ്ലി യൂസ് എ സൺസ്ക്രീൻ. മോസ്റ്റ്ലി SPF 50+ ആൻഡ് PA 3+ or 4+ റേറ്റിംഗ്സ് ഉള്ള സൺസ്ക്രീൻ തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. ഇനി ഓയിലി സ്കിൻ ടൈപ്പിന് പറ്റിയൊരു സൺസ്ക്രീനാണ് എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് സൺസ്ക്രീൻ ആയത്. ഇത് വിഷ് കെയറിൻ്റെ നയാസിനമൈഡ് ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീനാണ് വിത്ത് SPF 50 PA 4+. ഇത് നല്ലൊരു ലിക്വിഡി ടെക്സ്ചർ ഉള്ള ഒരു സൺസ്ക്രീനാണ്. ഒരു മാറ്റ് ഫിനിഷാണ് ഇത് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഇതിൽ ഒരുപാട് സ്കിൻ ബെനിഫിറ്റിംഗ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ലൈക്ക് നയാസിനമൈഡ്, സിക്ക, സിങ്ക്, സെറമൈഡ്സ് ആൻഡ് ഓട്ട് എക്സ്ട്രാക്ട്. നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റും ചെയ്യും. അറ്റ് ദി സെയിം ടൈം ഒരു ഓയിൽ കൺട്രോളിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളൊരു സൺസ്ക്രീനാണിത്. നിങ്ങൾ ഓയിലി, എക്സ്ട്രീംലി ഓയിലി സ്കിൻ ടൈപ്പ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുള്ളി വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഇത്. ഇനി നിങ്ങൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണ്, പക്ഷെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ലിക്വിഡി സീറം ലൈക്ക് ടെക്സ്ചറുള്ള സൺസ്ക്രീൻ ട്രൈ ചെയ്യണമെന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വീഡിയോ ഔട്ട്. അതിൽ ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രൊഡക്റ്റും വേറെ ഡിഫറെൻറ്റ് സീറം ലൈക്ക് ടെക്സ്ചറുള്ള സൺസ്ക്രീൻസും റിവ്യൂ ചെയ്തിട്ടുണ്ട്. യു വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് വൺ ദാറ്റ് വർക്ക്സ് ഫോർ യുവർ സ്കിൻ ടൈപ്പ്. ഇനി ഡ്രൈ സ്കിൻ ബ്യൂട്ടീസിനുള്ള എൻ്റെ റെക്കമെൻഡേഷൻ ആണിത്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ ബ്ലൂബെറി ഹൈഡ്രേറ്റ് ബാരിയർ റിപ്പയർ സൺസ്ക്രീൻ ആണ് വിത്ത് SPF 50 PA 4+. ഇതൊരു ബ്യൂട്ടിഫുൾ ജെൽ ക്രീം ടെക്സ്ചർ ഉള്ള ഒരു സൺസ്ക്രീനാണ്. ഇതൊരു ഡ്യൂയി നാച്ചുറൽ ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എഗെയിൻ ഇതിലും ഒരുപാട് സ്കിൻ ബെനിഫിറ്റിംഗ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ലൈക്ക് സെറമൈഡ്സ്, ഹൈലറോണിക് ആസിഡ്, ഗ്ലിസറിൻ ആൻഡ് അലൻറ്റോയിൻ. ആൻഡ് ഇതിൽ നെയിം സജസ്റ്റ് ചെയ്തിരിക്കുന്ന പോലെ ബ്ലൂബെറി ഉണ്ട്, വിച്ച് ഇസ് എഗെയിൻ ആൻ ആൻറ്റി ഓക്സിഡൻറ്റ്. എന്തുകൊണ്ടും ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയൊരു സൺസ്ക്രീനാണിത്. ഇറ്റ് ഇസ് എ റിയലി ബ്യൂട്ടിഫുൾ വൺ. കുറച്ചൊരു നോർമൽ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഐ വുഡ് സേ ഡ്രൈ സ്കിൻ ഉള്ളവർ ഓൾവേസ് അപ്ലൈ എ മോയ്സ്ചറൈസർ ഫസ്റ്റ് ആൻഡ് ദെൻ അപ്ലൈ എ സൺസ്ക്രീൻ. സോ സൺസ്ക്രീൻ ഹെവി ഡ്യൂട്ടി ഇൻറ്റൻസ്ലി മോയ്സ്ചറൈസിങ് അല്ലെങ്കിലും നിങ്ങളുടെ സ്കിൻ ഒരിക്കലും ഡ്രൈ ആവില്ല. വേറെ കുറച്ചുകൂടെ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് സൺസ്ക്രീൻസിൽ കാണണമെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വൺ ഔട്ട്. ഇതിൽ ഞാൻ 15+ സൺസ്ക്രീൻസ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ചൂസ് ദി വൺ ഫോർ യു. So this is it for today's video guys. I hope you guys found this video helpful. നിങ്ങൾക്ക് എന്തെങ്കിലും queries ഉണ്ടെങ്കിൽ please feel free to comment down below and let me know. So ഞാൻ എന്തായാലും ആൻസർ ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ ഗൈസ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും